Hi everyone, welcome back to Chemistry Tips. നമ്മൾ ഇന്ന് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാം ഉണ്ട് അല്ലേ, ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. ഇത് FSOയ്ക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വളരെയധികം പ്രിപ്പയർ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്, കുറച്ച് അഡീഷൻസ് വരുന്നുണ്ടെന്നേ ഉള്ളൂ. പറയാനുള്ളത് കംപ്ലീറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമ്മളിതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. FSOയുടെ മാത്രമല്ല, ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ മുൻപ് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. അതുകൂടാതെ ഫുഡ് സേഫ്റ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മറക്കാതെ വീഡിയോ നന്നായി കാണാം കേട്ടോ. കുറേയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, FSO പഠിച്ച് വന്നവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എന്നാലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മോൾഡ് ഗ്രോൺ ഇൻ ബ്രെഡ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ യൂസിങ് ദ ഫോളോയിങ്. ഓപ്ഷൻസ്: പൊട്ടാസ്യം ക്ലോറൈഡ്, ആസ്കോർബേറ്റ്സ്, പ്രൊപ്പിയോണേറ്റ്സ്, ബാർബിറ്റുറേറ്റ്സ്. അപ്പോൾ ഈ നമ്മളെ ബ്രെഡിനകത്ത് ഗ്രീൻ കളറിലും ബ്ലൂ കളറിലൊക്കെ മോൾഡുകൾ വളരുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. ഡേറ്റ് കഴിഞ്ഞാൽ അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇതിലേതാണോ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ പ്രൊപ്പിയോണേറ്റ്സ് ആണ് കറക്റ്റ് ആൻസർ. ഈ പ്രൊപ്പിയോണേറ്റ്സിൻ്റെ പ്രത്യേകത, പ്രൊപ്പിയോണേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് കാൽസ്യം പ്രൊപ്പിയോണേറ്റ്സ്, അതുപോലെ തന്നെ സോഡിയം പ്രൊപ്പിയോണേറ്റ്സ് ഒക്കെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇതാണ് കോമൺ ആയിട്ട് ഫുഡ് പ്രിസർവേറ്റീവിൽ നമ്മൾ ഈ മോൾഡിൻ്റെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. മോൾഡിൻ്റെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫുഡ് പ്രിസർവേറ്റീവാണ് കാൽസ്യം പ്രൊപ്പിയോണേറ്റ്, സോഡിയം പ്രൊപ്പിയോണേറ്റ് എന്നിവ. ഓക്കെ, ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത, ബ്രെഡിലുള്ള ബാക്ടീരിയാസ്, മറ്റുള്ള ബേക്കറി പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതിലെ ബാക്ടീരിയനൊക്കെ ഇല്ലാതാക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് മോൾഡുകൾ, ഫംഗൈ, അതുപോലെ തന്നെ സ്പോയിലേജ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ആര് യൂസ് ചെയ്താൽ മതി? പ്രൊപ്പിയോണേറ്റ്സിനെ യൂസ് ചെയ്താൽ മതി. ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Meat grilled at high temperature can be harmful on account of formation of options: polycyclic aromatic hydrocarbon, hydroxymethyl furfuryls, carbonated aldehyde, nitrates and nitrites. എന്താ ചോദിച്ചിരിക്കുന്നത്? മീറ്റ് അല്ലേ, നമ്മൾ ഇറച്ചി, മാംസം എന്നൊക്കെ പറയുന്നത് ഗ്രിൽഡ് അറ്റ് ഹൈ ടെമ്പറേച്ചറിൽ ഗ്രില്ല് ചെയ്തിട്ട്, നമ്മളിപ്പോൾ ഷവായ അല്ലെങ്കിൽ അൽഫാം എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഗ്രില്ല് ചെയ്ത് കിട്ടുന്നതാണ്. അത് ക്യാൻ ബി ഹാംഫുള്ളാണ്, അറ്റ് ഹൈ ടെമ്പറേച്ചറിൽ ഗ്രില്ല് ചെയ്ത് വരുന്നത് ഹാംഫുള്ളാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അപ്പോൾ അതിന് കാരണമായിട്ടുള്ളത് നമ്മുടെ ഓപ്ഷൻ എ ആണ്, പോളിസൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ. ഒന്നുകൂടെ ഷോർട്ടായിട്ട് പറഞ്ഞാൽ PAH, പോളിസൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ, അല്ലെങ്കിൽ PHS ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ പറയും എണ്ണയിൽ വറുത്തെടുക്കുന്നില്ലല്ലോ, ഗ്രില്ല് ചെയ്തെടുക്കുകയല്ലേ, അപ്പോൾ ഹെൽത്തി അല്ലേ എന്ന്. അതല്ല, ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ ഗ്രില്ല് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഓവനിൽ, ഓപ്പൺ ഫ്ലെയിമിൽ, ഓവൻ എന്ന് പറയാൻ പറ്റില്ല, ഓപ്പൺ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് ഹീറ്റിലൊക്കെ നമ്മളിങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ അവിടെ ഈ ഒരു പോളിസൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് ഫോം ചെയ്യും. മനസ്സിലായോ? അത് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മൾ ഫ്ലെയിമിൽ ഇതിൻ്റെ ഫാറ്റ് ഇങ്ങനെ ഇറ്റില്ലേ, ഇപ്പോൾ ചിക്കൻ ആണെങ്കിൽ അതിൻ്റെ കൊഴുപ്പ് ഈ ഫ്ലെയിമിലോട്ട് ഇങ്ങനെ ഇറ്റിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഇറ്റുന്ന സമയത്ത് അവിടെ ഫോം ചെയ്യുന്ന സാധനമാണ് പോളിസൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ എന്ന് പറയുന്നത്. ഇങ്ങനെ വരുന്നത് ഫാറ്റ് ഡ്രിപ്സ് ഓൺ ടു ദ ഫ്ലെയിം ആൻഡ് PH ക്യാൻ ഫോം. ഓക്കെ, അങ്ങനെ ഒരു പുക ഉണ്ടാവും അവിടെ, കോസിങ് സ്മോക്ക്. ഈ സ്മോക്കിനകത്താണ് ഹാംഫുൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ PHൻ്റെ പ്രത്യേകത എന്താണ്? ഇങ്ങനെ ഇത് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ വരെയുള്ള മാരകമായ അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഹെൽത്ത് റിസ്ക് പലതും ഉണ്ടാവാനുള്ള കാരണമാണ്. കാരണം എന്താണ്? കാർസിനോജസ് ആണ് ഈ സംഭവം, ഈ സ്മോക്ക് എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചോളൂ, ഒരുപാട് നമ്മളിങ്ങനെ ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത്. ഓക്കെ, ഇതുകൂടാതെ തന്നെ HCA ഉണ്ട്. HCA എന്ന് പറയുന്നത് ഹെട്രോസൈക്ലിക് അമീൻസ് ആണ്. ഇതും ഇങ്ങനെ ഫോം ചെയ്യുന്നുണ്ട്. മീറ്റ് ഈസ് കുക്ക്ഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. അതും ഹെൽത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുത്തുന്നതാണ് കേട്ടോ. എന്താണ്? ഹെട്രോസൈക്ലിക് അമീൻസ്. അപ്പോൾ ഈ രണ്ട് പേരുമാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ അറിയാലോ, ഒരുപാട് പേർക്ക് ക്യാൻസറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം മറ്റുള്ളവരോട് കൂടി ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബാക്ടീരിയ വിച്ച് ക്യാൻ സർവൈവ് അണ്ടർ റെഫ്രിജറേഷൻ ആർ നോൺ ആസ്. എന്താ ക്വസ്റ്റ്യൻ? ഫ്രിഡ്ജിൽ വെച്ചാലും അതിജീവിക്കുന്ന, സർവൈവ് ചെയ്യുന്ന ബാക്ടീരിയ ഏത്? മീസോഫിലിക്, പ്രോട്ടിയോഫിലിക്, സൈക്രോഫിലിക്, തെർമോഡ്യൂറിക്. ഏതാ വരുന്നതെന്നറിയോ? സൈക്രോഫിലിക് ആണ്.
ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തണുത്ത എൻവയോൺമെൻറ്റിൽ, കോൾഡ് എൻവയോൺമെൻറ്റിലും ഇതിന് വളരാനായിട്ട് സാധിക്കും. കോൾഡ് എൻവയോൺമെൻറ്റിലും വളരുന്ന ബാക്ടീരിയയാണ് സൈക്രോഫിലിക്ക എന്ന് പറയുന്നത്. അതിനൊരു ടെമ്പറേച്ചർ റേഞ്ചൊക്കെ ഉണ്ട്. -20°C to 10°C ഇത് വളരും. അതുമാത്രമല്ല ഒരു ഏകദേശം 4°C ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലും ഇത് സർവൈവ് ചെയ്യും. ഇതിൽ വരുന്ന ആൾക്കാരാണ് ലിസ്റ്റേറിയ മോണോസൈറ്റോജീൻസും സ്യൂഡോമോണാസ് സ്പീഷീസ് ഒക്കെ കേട്ടോ. ഈ ഒരു വിഭാഗത്തിൽ വരുന്നതാണ് ലിസ്റ്റേറിയ മോണോസൈറ്റോജീൻസ്, സ്യൂഡോമോണാസ് സ്പീഷീസ് ഒക്കെ. ഇവരൊക്കെ നമ്മുടെ വിച്ച് ക്യാൻ സ്പോയിൽ ഫുഡ് അറ്റ് ലോ ടെമ്പറേച്ചറിലാണെങ്കിൽ പോലും ഈ പറയുന്ന ലിസ്റ്റീരിയ ആയിക്കോട്ടെ സ്യൂഡോമോണാസ് ആയിക്കോട്ടെ നമ്മുടെ ഫുഡിനെ സ്പോയിലേജ് വരുത്തുന്നതാണ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോർക്രോട്ട് ഈസ് ഫെർമെൻറ്റഡ് പ്രോഡക്റ്റ് ഓഫ് ഫ്രൂട്ട്, വെജിറ്റബിൾ, സിറൈൽ, പൾസ്. നമുക്കറിയാം സോർക്രോട്ട് എന്ന് പറയുന്നത് ഒരു വെജിറ്റബിൾ ആണ് അല്ലേ? പക്ഷേ ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അധികവും ചോദിക്കുന്നത് ഏത് വെജിറ്റബിൾ ആണെന്നാണ്. നമ്മുടെ കേബേജ് ആണ് കേട്ടോ. കേബേജ് ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, സോർക്രോട്ട് എന്ന് പറയുന്നത് നമ്മുടെ കേബേജിനെ ഫെർമെൻറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. ഫെർമെൻറ്റഡ് പ്രോഡക്റ്റ് ആണ് സോർക്രോട്ട്. ഏത് വെജിറ്റബിൾ ആണെന്ന് വെച്ചാൽ കുറേ വെജിറ്റബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ കോമൺ ആയിട്ട് കേബേജ് ആണ് ഉപയോഗിക്കുന്നത്. കേബേജ് ഓപ്ഷനിലുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, പക്ഷേ വേറെ വെജിറ്റബിൾസിൽ നിന്നും ഉണ്ടാക്കുന്നുണ്ട് എന്നൊന്ന് ഓർക്കണം. ഇറ്റ് അണ്ടർഗോസ് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ ആണ് കേട്ടോ. അതും ഒന്ന് നോട്ട് ചെയ്യുക. ഏതാണ് വരുന്നത്? ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത കേബേജിനെ കേടുകൂടാതെ ഒരു പുളിപ്പ് സോർ ടേസ്റ്റിൽ ഒരുപാട് കാലം ഇടാൻ പറ്റും. നമ്മൾ ഉപ്പിലിട്ട് വയ്ക്കുന്നതിൻ്റെ വേറൊരു ഫോം കേട്ടോ. അത്രയുള്ള സുർക്കയിലൊക്കെ ഇട്ട് വയ്ക്കില്ലേ നമ്മൾ, അതുപോലെ തന്നെ കേബേജിനെ ചെയ്യുന്നൊരു മെത്തേഡാണ് ഈ സോർക്രോട്ട് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which one of the following cooking technique causes highest destruction of vitamins in vegetable? Boiling, microwaving, baking, pressure cooking. എന്താ ചോദിച്ചിരിക്കുന്നത്? താഴെ തന്നിരിക്കുന്നതിൽ ഏത് കുക്കിംഗ് ടെക്നിക്കാണ് ഹയസ്റ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് വൈറ്റമിന് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത് ഇതിലേത് മെത്തേഡിലാണെന്ന്. അപ്പോൾ ഇതിന് ആൻസർ ആയിട്ട് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആക്ച്വലി ബേക്കിംഗ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബേക്കിംഗ് അല്ല. ആൻസർ ഏതാ വരുന്നത് അറിയോ? ബോയിലിംഗ് ആണ് കറക്റ്റ് ആൻസർ. നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് നോക്കുക. ബേക്ക് ചെയ്യുമ്പോഴാണോ വൈറ്റമിൻ കൂടുതൽ നഷ്ടപ്പെടുന്നത്? വെള്ളത്തിലിട്ട് തിളപ്പിക്കുമ്പോഴാണോ? തിളപ്പിച്ച് കഴിഞ്ഞാൽ വെള്ളം നമ്മൾ കളയും അല്ലേ? അപ്പോൾ ഈ കളയുന്ന സമയത്ത് വാട്ടർ സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും ഒക്കെ വാട്ടർ സോലുബിളാണ്. ഈ വൈറ്റമിൻസ് ഒക്കെ നമ്മൾ ഇങ്ങനെ തിളപ്പിക്കുന്ന സമയത്ത് ആ വെള്ളത്തിലേക്ക് പോവുകയും ചെയ്യും. വെള്ളം എന്നിട്ട് നമ്മൾ വാർക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളം ഒഴിവാക്കിയിട്ട് ആ വെജിറ്റബിൾ മാത്രമായിട്ട് എടുക്കുമ്പോൾ ആ വൈറ്റമിൻസ് ഒക്കെ നമുക്ക് നഷ്ടമാവില്ലേ? അപ്പോൾ വാട്ടർ സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ഒക്കെ ഇതിലൂടെ നഷ്ടപ്പെടും, ബോയിലിങ്ങിലൂടെ നഷ്ടപ്പെടും. മാത്രമല്ല ഹയസ്റ്റ് ഡിസ്ട്രക്ഷൻ നടക്കുന്നത് ഈ ഒരു മെത്തേഡിലൂടെ മാത്രമാണ് കേട്ടോ. കാരണം കുക്കിംഗ് വാട്ടർ നമ്മൾ ഉപയോഗിക്കുന്നുമില്ല അല്ലേ? അപ്പോൾ ഇനി അടുത്ത ടെക്നിക്കുകളൊക്കെ നമുക്കൊന്ന് നോക്കാം. അതായത് ഇപ്പം ബോയിലിങ്ങിൻ്റെ പ്രത്യേകത എന്താ? ഇപ്പോൾ പറഞ്ഞു ഹയസ്റ്റ് ലോസ് ഉണ്ട് എന്ന് പറഞ്ഞു. കുക്കിംഗ് ടൈം കൂടും തോറും ഹൈ ഹീറ്റും ലോങ് കുക്കിങ്ങും ഒക്കെ ആകുമ്പോൾ അത്രയും ന്യൂട്രിയൻറ്റിൻ്റെ ലോസ് ഉണ്ടാവും. ഇനി അടുത്തതാണ് പ്രഷർ കുക്കിംഗ് വരുമ്പോൾ മോർ ന്യൂട്രിയൻസ് നഷ്ടപ്പെടുമോ? ഇല്ല. ബോയിലിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചേ നഷ്ടപ്പെടുള്ളൂ. കുറച്ച് വെള്ളമല്ലേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അതുപോലെ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ബോയിലിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ ന്യൂട്രിയൻസിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് പ്രഷർ കുക്കിങ്ങിൽ വളരെ കുറവായിരിക്കും. പിന്നെ മൈക്രോവേവിംഗ് എന്ന് പറയുന്നത് നല്ലൊരു മെത്തേഡാണ്. ന്യൂട്രിയൻസിനെ നമുക്ക് നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്ക് കിട്ടുക, പോഷകം നിലനിർത്തുക എന്നുള്ളൊരു മെത്തേഡാണ് മൈക്രോവേവിലൂടെ നടത്തുന്നത്. അങ്ങനെ വാട്ടറിൻ്റെ കണ്ടൻറ്റ് കുറവായിരിക്കും, ഷോർട്ട് കുക്കിംഗ് ടൈം ആവശ്യമുള്ള നല്ലൊരു മെത്തേഡാണ്. പിന്നെ ബേക്കിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? സം ലോസ് ഉണ്ടാവും. ഹീറ്റ് സെൻസിറ്റീവ് വൈറ്റമിൻസ് ആണെങ്കിൽ അതിൻ്റെ നഷ്ടം ഉണ്ടായിരിക്കും. വാട്ടർ സോലുബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഒന്നും നമുക്ക് നഷ്ടപ്പെടില്ല, കാരണം ഇവിടെ വാട്ടർ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല ബേക്കിങ്ങിൽ അല്ലേ? അപ്പോൾ ലോവസ്റ്റ് ലോസ് ഓഫ് മോസ്റ്റ് വൈറ്റമിൻ എന്ന് പറയുന്നത് ബേക്കിംഗ് ആണ്. ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത് ബോയിലിംഗ് ആണ് കേട്ടോ. ഹയസ്റ്റ് ലോസ് ബോയിലിങ്ങും ലോവസ്റ്റ് ലോസ് ബേക്കിങ്ങും ആണ്. പക്ഷെ ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തെറ്റിയിട്ടാണ് കൊടുത്തിരുന്നത് കേട്ടോ. അതും കൂടി ഞാൻ എടുത്ത് പറയുന്നത്, നിങ്ങൾക്ക് ഇനി അത് കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ വേണ്ടാന്ന് എത്തിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ബോയിലിംഗ്, കറക്റ്റ് ആൻസർ പറഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ ആക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് ഗാർലിക് എന്താ? വെളുത്തുള്ളി അല്ലേ? അതിലെ ആക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? ഗാലിക് ആസിഡ്, ഗാർസീനിയ, ഗാർനീസിൻ, അല്ലിസിൻ. ഇത് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഗാർ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത്, പക്ഷേ അല്ലിസിനാണ് ആൻസർ വരുന്നത്. ഈ അല്ലിസിൻ്റെ പ്രത്യേകത സൾഫർ കണ്ടെയ്നിങ് ആയിട്ടുള്ള കോമ്പൗണ്ടാണ്. ഗാർലിക്കിന് അതിൻ്റെ സ്മെല്ലും ടേസ്റ്റും ഒക്കെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുറേ മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ള ഒരെണ്ണമാണ് ഈ നമ്മുടെ വെളുത്തുള്ളി എന്ന് പറയുന്ന കക്ഷി.
മനസ്സിലായോ? മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. അതിൽ മെഡിസിനൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി ഫംഗലാണ്, ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രത്യേകത ഒക്കെ ഉള്ള ആളാണ് നമ്മുടെ വെളുത്തുള്ളി. വെളുത്തുള്ളിയുടെ ആക്റ്റീവ് പ്രിൻസിപ്പിൾ അല്ലിസിനാണ്. അല്ലിസിൻ എന്ന് പറയുന്നത് സൾഫർ കണ്ടെയ്നിങ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് വൺ, ദ കൺവേർഷൻ ഓഫ് ലിക്വിഡ് എഗ് ടു എ സോളിഡ് ഓർ സെമി സോളിഡ് സ്റ്റേറ്റ് ഓൺ ഹീറ്റിംഗ് ഈസ് നോൺ ആസ് ഓപ്ഷൻസ് എമൽസിഫിക്കേഷൻ, പ്രസിപ്പിറ്റേഷൻ, എഗ്ലോമറേഷൻ, കൊയാഗുലേഷൻ. അതായത് നമ്മൾ കോഴിമുട്ട പുഴുങ്ങാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ലിക്വിഡ് ആയിട്ടുള്ള എഗ്ഗ് സോളിഡ് അല്ലെങ്കിൽ സെമി സോളിഡ് അല്ലെ ഫുൾ വേവ് അല്ലെങ്കിൽ ഹാഫ് വേവ് സ്റ്റേജിലേക്ക് മാറും ഹീറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഒരു മെത്തേഡ് ഇതിൽ ഏതാണ് വരുന്നത്? ആൻസർ വരുന്നത് കൊയാഗുലേഷൻ ആണ്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയോ? ഇങ്ങനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ കൊയാഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻസ്, ഈ ലിക്വിഡ് എഗ്ഗിലുള്ള പ്രോട്ടീൻസ് ഉണ്ടല്ലോ, അത് ഡീനാച്ചുറേഷൻ സംഭവിക്കുകയാണ് ആക്ച്വലി. എന്നിട്ട് അത് ഓർത്ത് വെച്ചോളൂ, ഡീനാച്ചുർ ചെയ്യാണ് കേട്ടോ. എന്നിട്ട് സോളിഡ് അല്ലെങ്കിൽ സെമി സോളിഡ് സ്ട്രക്ചറായിട്ട് മാറുക. അത് ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. അതായത് ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് ഈ പ്രോട്ടീനിലുള്ള നമ്മുടെ ആൾക്കാരുണ്ടല്ലോ, പ്രോട്ടീന് അത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അൺഫോൾഡായിട്ട് അതായത് വികസിക്കുക എന്ന് പറയും. അങ്ങനെ വികസിക്കുമ്പോൾ പുതിയ പുതിയ ബോണ്ടുകൾ ഫോം ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ഒരു ഉറച്ച രീതിയിൽ ഒരു ടെക്സ്ചറായിട്ട് അത് മാറുകയാണ്. മനസ്സിലായോ? അപ്പോൾ എന്താ പറയുന്നത്? ഹീറ്റ് കോസസ് ദ പ്രോട്ടീൻ ടു അൺഫോൾഡ് ആൻഡ് ഫോം ന്യൂ ബോൺസ് ക്രിയേറ്റിംഗ് എ ഫേം ടെക്സ്ചർ. അപ്പോൾ അതാണ് ഇവിടെ ഈ സോളിഡ് അല്ലെങ്കിൽ സെമി സോളിഡിലോട്ട് ലിക്വിഡ് എഗ്ഗ് മാറാനുള്ള കാരണം. ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Microorganisms in food can be completely killed by drying, pasteurization, radiation, blanching. മൈക്രോ ഓർഗാനിസംസിനെ കംപ്ലീറ്റ് ആയിട്ട് കില്ല് ചെയ്യാൻ ഏത് മെത്തേഡാണ് നല്ലതെന്ന് വെച്ചാൽ ഒരു സംശയവും വേണ്ട, റേഡിയേഷനാണ്. ഇപ്പോൾ നമ്മൾ ഡ്രൈയിങ് ആണെങ്കിൽ ഉണക്കിയെടുക്കുക അല്ലേ, ഉണക്കമീനും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉണക്കിയെടുക്കും. അതുപോലെ നമുക്ക് അതിൻ്റെ മോയ്സ്ചറൊക്കെ നഷ്ടപ്പെടും. പക്ഷേ എല്ലാ മൈക്രോ ഓർഗാനിസത്തിനും കില്ല് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. ചില സ്പോർസ് ഒക്കെ അവിടെ തന്നെ ഉണ്ടായിരിക്കും, കംപ്ലീറ്റ് ആയിട്ട് പോവില്ല. എത്ര ഉണങ്ങിയാലും സം സ്പോർസ് ക്യാൻ സർവൈവ്. ഓക്കെ, പാസ്ചറൈസേഷൻ്റെ പ്രത്യേകതയും ഈ പറഞ്ഞ പോലെ പല പാത്തോജനിക് ബാക്ടീരിയനും കില്ല് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഓൾ മൈക്രോ ഓർഗാനിസത്തിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള കഴിവൊന്നും പാസ്ചറൈസേഷൻ ഇല്ല. പ്രത്യേകിച്ച് സ്പോർസിനെ കില്ല് ചെയ്യാൻ പറ്റില്ല. റേഡിയേഷൻ ആണെങ്കിലോ നമ്മൾ കൊടുക്കുന്നത് ഏതൊക്കെ റേഡിയേഷനാണെന്നറിയോ? ഗാമ റേ, എക്സ്റേ, ഇലക്ട്രോൺ ബീംസ്, ഇതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് ഈ എല്ലാ എൻസൈംസിനെയും ഇനാക്ടിവേറ്റ് ചെയ്യാനും അതുപോലെ ഇതിലെ എല്ലാ പാത്തോജൻസിനെ അല്ലെങ്കിൽ എല്ലാ മൈക്രോ ഓർഗാനിസത്തിനെ കംപ്ലീറ്റ് ആയിട്ട് കില്ല് ചെയ്യാനും ഈ റേഡിയേഷനോട് സാധിക്കും. ബാക്ടീരിയ, വൈറസ്, സ്പോർസ് ഇതെല്ലാം നശിപ്പിക്കാനായിട്ട് റേഡിയേഷനോട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഡോസ് ഉണ്ട്. ഈ ഡോസ് ഒക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എത്ര ഡോസ്, ഏത് ടൈപ്പാണ് കൊടുക്കുന്നത്, എത്ര ഡോസ് എന്നൊക്കെ നോക്കിയിട്ട് ബാക്ടീരിയ, വൈറസ്, സ്പോർസിനൊക്കെ കില്ല് ചെയ്യാൻ സാധിക്കും. ഓൾ മൈക്രോ ഓർഗാനിസിനെ കില്ല് ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡാണ് നമ്മുടെ ഈ റേഡിയേഷൻ എന്ന് പറയുന്നത്. പിന്നെ ബ്ലാഞ്ചിങ്ങിലാണ് ഞാൻ പറഞ്ഞത് എൻസൈംസിനെ ഇനാക്ടിവേറ്റ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റാണ്. മൈക്രോബിയൽസിനൊക്കെ അളവ് കുറയ്ക്കാൻ, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ കംപ്ലീറ്റ് ആയിട്ടൊരു ഫുഡിനെ സ്റ്റെറിലൈസ് ചെയ്യാനുള്ള കഴിവൊന്നും ബ്ലാഞ്ചിങ്ങിന് ഇല്ല കേട്ടോ. അപ്പോൾ അതുകൂടി ഓർത്ത് വെച്ചോളൂ. അപ്പോൾ റേഡിയേഷനാണ് ബെസ്റ്റ് മെത്തേഡ്. അതിൽ ഏത് റേയാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്, അതൊക്കെ നോട്ട് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഫ്രൂട്ട് സ്ക്വാഷസ് ദ മിനിമം എമൗണ്ട് ഓഫ് ഫ്രൂട്ട് ജ്യൂസ് ഷുഡ് ബി 40, 30, 25, 50. നമ്മളിപ്പോൾ സ്ക്വാഷൊക്കെ മേടിച്ച് ഫ്രിഡ്ജിൽ വെക്കും അല്ലേ, അപ്പോൾ അതിൽ മിനിമം എമൗണ്ട് ഫ്രൂട്ട് ജ്യൂസ് ഇത്ര ഉണ്ടാവണം എന്നൊരു കണക്കുണ്ട്. അതായത് 25% ഫ്രൂട്ട് ജ്യൂസ് അതിൽ ഉണ്ടായിരിക്കണം എന്നൊരു നിയമമൊക്കെ ഉണ്ട്. പക്ഷേ പല ഫുഡ് സ്റ്റാൻഡേർഡ്സും റെഗുലേഷൻസും പല രാജ്യങ്ങളിലും മാറുന്നതിനനുസരിച്ച് അതിനൊക്കെ വ്യത്യാസം വരാം. നോർമലി നമ്മുടെ ഫുഡ് സ്റ്റാൻഡേർഡ് ആൻഡ് റെഗുലേഷൻ പ്രകാരം 25% ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് സ്ക്വാഷിൽ കേട്ടോ. പക്ഷെ അതൊന്നും പാലിക്കപ്പെടുന്നില്ല. പല രാജ്യങ്ങളിലും പലതരത്തിലാണ് നിലനിൽക്കുന്നത്. Next one, among the following which fruit is ideal for preparation of jelly? Guava, papaya, banana, pears. അപ്പം നമ്മൾ ജെല്ലി ഉണ്ടാക്കും. ജെല്ലിയുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഏത് ഫ്രൂട്ടാണ് കൂടുതൽ നല്ലതെന്നാണ് നമ്മുടെ ചോദ്യം. കറക്റ്റ് ആൻസർ ഗോവയാണ്. ഗുവ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? നമ്മുടെ പേരക്ക അല്ലേ. പേരക്ക എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത അതൊരു നാച്ചുറൽ ജെല്ലിങ് ഏജൻ്റാണ്. ജെല്ലിങ് ഏജൻ്റ് ആയിട്ടുള്ള പെക്റ്റിൻ ഉണ്ട്. പേര് മറക്കരുത്, അതൊക്കെ ചോദിക്കും.
പെക്റ്റിൻ. ഓക്കെ, ഈ പെക്റ്റിൻ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ഈ ഗോവയിലാണ്, പേരക്കയിലാണ്. ഇപ്പോൾ നമ്മൾ പപ്പായ എടുത്തോ ബനാന എടുത്തോ അതിലൊക്കെ പെക്റ്റിൻ്റെ അളവ് വളരെ കുറവാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഏതെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്? പെക്റ്റിൻ്റെ അളവ് കൂടുതലുള്ള പേരക്ക എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് കൂടുതൽ പെക്റ്റിനൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ജെല്ലി മേക്കിങ്ങിന്, മനസ്സിലായോ? അപ്പോൾ ഇതാണെങ്കിലോ പിയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് പെക്റ്റിന് ഉണ്ട്, പക്ഷേ പേരക്കയുടെ അത്രയും പെക്റ്റിന് ഇല്ല. പേരക്കയിലാകുമ്പോൾ കൂടുതലുണ്ട്, വിതൗട്ട് അഡീഷണൽ പെക്റ്റിൻ എന്നുള്ളതാണ് ആ ജെല്ലി മേക്കിങ്ങിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നന്നായി പഠിക്കുക. പറ്റുന്ന സമയം പോലെയൊക്കെ ഞാൻ കൂടുതൽ വീഡിയോസ് ഇട്ടുതരാം കേട്ടോ. അപ്പോൾ